ഹായ്, നിങ്ങൾ നമ്മുടെ ഈസി ഫിസിക്സ് ബൈ സുബീഷ് എന്ന പേരിലുള്ള യൂട്യൂബ് ചാനലിൻ്റെ 3 വീഡിയോസ് നിങ്ങൾ 3 ക്ലാസ്സസ് കണ്ടു എന്ന് വിചാരിക്കുന്നു. ഇന്നിപ്പോൾ അതിൻ്റെ 4th ക്ലാസ്സാണ്. ഇതിൽ കാര്യമായിട്ട് ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ചെയ്തിട്ടുള്ളതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതാനും ന്യൂമറിക്കൽസാണ് കാര്യമായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് വാച്ച് ചെയ്യുക. തുടർന്ന് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ്റെ അസൈൻമെൻറ്റ് പോലെ നിങ്ങൾക്ക് തരുന്നുണ്ട്. കുറച്ച് ക്വസ്റ്റ്യൻസ് ഒരു ഇമേജായിട്ട് തരുന്നുണ്ട്, നിങ്ങൾ നോട്ട് ചെയ്യുക, എന്നിട്ട് വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ആൻസേഴ്സ് നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ ഇടുന്നതാണ്. നമുക്കത് നോക്കി ചെക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാ ക്വസ്റ്റ്യൻസും ഞാനിവിടെ എഴുതുന്നുണ്ട്. ക്വസ്റ്റ്യൻസ് ആദ്യം നന്നായിട്ട് വായിക്കണം. മനസ്സിലാക്കിയതിന് ശേഷം മാത്രം പ്രോബ്ലം അറ്റൻഡ് ചെയ്യുന്നത് ശ്രദ്ധിക്കുക. എന്നിട്ട് അതും മനസ്സിലാക്കിയിട്ട് അത് നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾ കാണാം. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഹൗ മെനി ഇലക്ട്രോണിക് ചാർജസ് ഫോം 1 coulomb ഓഫ് ചാർജ്? എത്ര ഇലക്ട്രോണിക്സ് ചാർജസ് കൂടുമ്പോഴാണ് ചേരുമ്പോഴാണ് 1 coulomb ഓഫ് ചാർജ് ഉണ്ടാകുന്നത്? അപ്പോൾ നമ്മളിത് ആൻസർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ആൻസർ ചെയ്യാം. നിങ്ങൾക്കറിയാം 1 coulomb ഓഫ് ചാർജ് ആണ് ഉണ്ടാവേണ്ടത്. സോ ദാറ്റ് ഈസ് ചാർജ് ക്യൂ വേണ്ടത് 1 coulomb ആണ്. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ട പ്രിൻസിപ്പിൾ ക്വാണ്ടൈസേഷൻ പ്രിൻസിപ്പിളാണ്. എന്താ ബൈ ക്വാണ്ടൈസേഷൻ പ്രിൻസിപ്പിൾ? Q ഈക്വൽസ് N ഇൻറ്റു ഇ. അപ്പോൾ N എന്നുള്ളതാണ് എത്ര ഇലക്ട്രോണിക് ചാർജുകൾ വേണം എന്ന് സൂചിപ്പിക്കുന്നത്. സോ N ഈക്വൽ ടു എന്താണ്? Q ഡിവൈഡഡ് ബൈ ഇ. സോ Q ഈക്വൽസ് 1 coulomb. സോ 1 ഡിവൈഡഡ് ബൈ ഇലക്ട്രോണിക് ചാർജ് 1.6 ഇൻറ്റു 10⁻⁻⁹. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 6.2 ഇൻറ്റു 10⁻⁸. അതിൻ്റെ അർത്ഥം 6.2 ഇൻറ്റു 10⁻⁸ ഇലക്ട്രോണിക് ചാർജുകൾ കൂടിച്ചേരുമ്പോഴാണ് 1 coulomb ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 3 ചാർജസ് +2 microcoulomb +3 microcoulomb and +4 microcoulomb are placed at the corners of the equilateral triangle ABC, each of side 0.2 meter. Find the force on +4 microcoulomb due to the other 2 charges. അപ്പോൾ സിറ്റുവേഷൻ ശരിക്കും ഒന്ന് വായിച്ച് നോക്കുക, എന്നിട്ട് നമുക്കിത് ചെയ്യാം. ഓക്കെ, ഇതിൽ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ആൻസർ ചെയ്യാം. ആൻസർ ചെയ്യുമ്പോൾ എപ്പോഴും നല്ലത് ഇതിനൊരു ഫിഗർ വരച്ചിട്ടാണ് ആൻസർ ചെയ്യാൻ നല്ലത്. അപ്പോൾ ഒരു ഈക്വിലാറ്ററൽ ട്രയാങ്കിളാണ് നമ്മളിവിടെ വരയ്ക്കേണ്ടത്. അപ്പോൾ നമുക്കൊരു ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ആദ്യം വരയ്ക്കാം. ഇത് നമുക്ക് എ എന്ന് കൊടുക്കാം, ഇവിടെ ബി എന്ന് കൊടുക്കാം, ഹിയർ ഈസ് സി. എയിലായിക്കോട്ടെ +2 microcoulomb പ്ലേസ് ചെയ്യുന്നത് +2 microcoulomb. ബിയിൽ +3 microcoulomb. സിയിൽ +4 microcoulomb. അങ്ങനെയാണെന്ന് നമുക്ക് വിചാരിക്കാം. അപ്പോൾ ഈ +4 microcoulomb-ന്മേൽ +2 microcoulomb കാരണം ഉണ്ടാകുന്ന ഫോഴ്സ്, ആ ഫോഴ്സ് ഇങ്ങോട്ടായിരിക്കും. എഫ് എ എന്ന് കൊടുക്കാം. അപ്പോൾ എന്താ എഫ് എ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് എ ഫോഴ്സ് ഓൺ +4 microcoulomb ഡ്യൂ ടു ദ ചാർജ് +2 microcoulomb. സോ ഫോഴ്സ് ഓൺ +4 microcoulomb ഡ്യൂ ടു +2 microcoulomb എന്ന് വെച്ചാൽ എഫ് എ നമുക്ക് കണ്ടുപിടിക്കാം. എഫ് എ ഈക്വൽസ്
മീഡിയം പ്രത്യേകിച്ച് തരാത്തത് കൊണ്ട് നമ്മൾ എയർ ഓർ ഫ്രീ സ്പേസ് മീഡിയമായിട്ട് സെലക്ട് ചെയ്യുന്നു. സോ 1/4πε0 ഇൻറ്റു ഈ രണ്ട് ചാർജ് തൽക്കാലം നമുക്ക് Q1 Q2/r² എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കാം. Q1 എന്നുള്ളത് ഇതെടുക്കാം, നമുക്ക് Q2 എന്നുള്ളത് ഇതും എടുക്കാം. 1/4πε0 വാല്യൂ നമുക്ക് അറിയാം. അപ്പോൾ ഇതിൻ്റെ വാല്യൂ കൊടുക്കുന്നു. സോ ദാറ്റ് ഈസ് 9 × 10⁹. Q1 ഇതാണ്, ഇത് Q2. സോ 2 × 10⁻⁶ മൈക്രോ കൊളൂമ്പിനെ മാറ്റിയാൽ 10⁻⁶. Q2 4 × 10⁻⁶ ഡിവൈഡഡ് ബൈ R. ഈ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. ഡിസ്റ്റൻസ് 0.2 മീറ്റർ ആണ്. ഈസ് 0.2 മീറ്റർ. ഹിയർ ഓൾസോ 0.2 മീറ്റർ. ഹിയർ ഓൾസോ 0.2 മീറ്റർ. ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയതുകൊണ്ട് തന്നെ എല്ലാ സൈഡിൻ്റെ ലെങ്ത് സെയിം ആയിരിക്കും. മാത്രമല്ല ഈ ആംഗിൾ 60 ഡിഗ്രി ആയിരിക്കും. ദിസ് ആംഗിൾ വിൽ ബി ഓൾസോ 60 ഡിഗ്രി ആൻഡ് ദിസ് ആംഗിൾ വിൽ ബി ഓൾസോ 60 ഡിഗ്രി. സോ നമുക്ക് R² കാണാം, 0.2². സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു, നമ്മളിത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ ഈസ് 1.8 Newton along. എൻ്റെ ഡയറക്ഷൻ അടക്കം നമുക്ക് പറയാം. FA വെക്റ്റർ ആണ് പറയുന്നതെങ്കിൽ ഈ ഡയറക്ഷനിലൂടെയാണ് പോകുന്നത്, അല്ലെങ്കിൽ AC എന്ന് പറയുന്ന ഡയറക്ഷനിലാണ്. along AC ഇവിടുന്ന് ഇങ്ങോട്ടാണ് ഫോഴ്സ്. അതുപോലെ C എന്ന് പറയുന്ന ഈ പോയിന്റിലുള്ള 4 മൈക്രോ കൊളൂമ്പിന്മേൽ +3 മൈക്രോ കൊളൂംബ് കാരണമുള്ള ഫോഴ്സ് കാണാം. അത് കാണണമെങ്കിൽ നമുക്കിതിനെ എക്സ്റ്റെൻഡ് ചെയ്യാം ഇങ്ങോട്ട്. സോ ഇറ്റ് ക്യാൻ ബി എക്സ്റ്റെൻഡ്. നമുക്കിതിനെ ബിയിലുള്ള ചാർജ് കാരണമായതുകൊണ്ട് ഞാൻ തൽക്കാലം അതിനെ FB എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഈ ഫോഴ്സ് നമുക്ക് കണ്ടുപിടിക്കാം. സോ ഫോഴ്സ് ഓൺ +4 മൈക്രോ കൊളൂംബ് ഡ്യൂ ടു +3 മൈക്രോ കൊളൂംബ്. നമ്മളതിന് FB എന്ന് കൊടുത്ത സ്ഥിതിക്ക് ദ ഫോഴ്സ് ഈസ് FB ഈക്വൽസ് 1/ ഇതേ ഇക്വേഷൻ തന്നെ കൊടുക്കാം, 4πε0 Q1 Q2/r². ഇവിടെ Q1 ആയിട്ട് നമുക്ക് ഇതിനെ എടുക്കാം, Q2 ആയിട്ട് ഇതിനെ എടുക്കാം. ഇക്വേഷൻ ബിക്കം ഈക്വൽസ് 9 × 10⁻⁹ ഇതിനെ Q1 ആയിട്ട് എടുക്കുകയാണെങ്കിൽ 3 × 10⁻⁻⁶. Q2 ഇതിനെ ഈ +4 മൈക്രോ കൊളൂംബ് എടുക്കുന്നു, 4 × 10⁻⁶ ഡിവൈഡഡ് ബൈ അതേ ഡിസ്റ്റൻസ്, സെയിം ഡിസ്റ്റൻസ് 0.2² ഇത് നമുക്ക് സോൾവ് ചെയ്താൽ കിട്ടുന്ന ആൻസർ 2.7 Newton. അപ്പോൾ FBയുടെ ഡയറക്ഷൻ അടക്കം പറയുകയാണെങ്കിൽ ബിയിൽ നിന്നും സിയിലേക്ക്, അപ്പോൾ along BC. അപ്പോൾ ഇതൊരു ഫോഴ്സാണ്, ഇതൊരു ഫോഴ്സാണ്. അപ്പോൾ ഈ പോയിന്റിലുള്ള ടോട്ടൽ ഫോഴ്സാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് 60 ആയതുകൊണ്ട് ജോമെട്രിക്കലി ഈ ആംഗിൾ കൂടി 60 ആയിരിക്കും. ഇനി നമുക്ക് ജസ്റ്റ് നമ്മുടെ ഇതൊരു വെക്ടറാണ്, ഇതൊരു വെക്ടറാണ്, അതിൻ്റെ ടോട്ടൽ കണ്ടുപിടിക്കുകയാണെങ്കിൽ പാരലോഗ്രാം ലോ ഉപയോഗിക്കാം. സോ ബൈ പാരലോഗ്രാം ലോ നമുക്കിതിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം, ഇത് ഇങ്ങോട്ട് വരും. അപ്പോൾ ഇതിൻ്റെ റിസൾട്ടൻ്റ് ഇതായിരിക്കും, നമ്മുടെ റിസൾട്ടൻ്റ് ഫോഴ്സ് ഈസ് ദ റിസൾട്ടൻ്റ് ഫോഴ്സ് F. ഇതൊരു വെക്ടറാണ്, ഇതൊരു വെക്ടറാണ്. F എന്ന് പറയുന്നതിൻ്റെ റിസൾട്ടൻ്റ്, ഈ F ആണ് ചോദ്യം. സോ therefore net force on +4 micro coulomb, that is F equals, ഇതൊരു വെക്ടറും ഇതൊരു വെക്ടർ ആയതുകൊണ്ട് റിസൾട്ടൻ്റ് ഈസ് √of F1² പ്ലസ് F2² പ്ലസ് 2F1 F2 cos 60. cos θ എന്നാണ്, cos 60 എന്ന് കൊടുക്കാം. സോ ദ ആൻസർ ബിക്കം ഈക്വൽ ടു √of F1 നമുക്ക് കിട്ടി 1.8, F2 2.7. So 1.8 the whole square plus
2.7 the whole square plus 2 into 1.8 into 2.7 into cos 60 is 0.5. So the final answer will be 3.93 Newton. 3.93 Newton. ഇങ്ങനെയാണ് ഈ പ്രോബ്ലം നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. The question is, calculate the electric field strength required to just support a water drop of mass 10 raised to minus 7 kilogram and having charge 1.6 into 10 raised to minus 19 coulomb. എന്താണ് ഇതിൻ്റെ അർത്ഥം? 10 raised to minus 7 കിലോഗ്രാം മാസ് ഉള്ളതും 1.6 into 10 raised to minus 19 coulomb ചാർജ് ഉള്ളതുമായ ഒരു വാട്ടർ ഡ്രോപ്ലെറ്റിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എത്ര ഇലക്ട്രിക് ഫീൽഡാണ് അവിടെ ഉപയോഗിക്കേണ്ടത്? ദാറ്റ് ഈസ് എ ക്വസ്റ്റ്യൻസ്. സോ ദെൻ നമുക്ക് അതിലേക്ക് വരാം. ഇതാണ് ഇപ്പോൾ ആ വാട്ടർ ഡ്രോപ്പ് എന്ന് വിചാരിക്കുക. സോ ഈ വാട്ടർ ഡ്രോപ്പിന് മാസ് ഉണ്ട്, ചാർജ് ഉണ്ട്. ഇതിൻ്റെ മാസ് m ആണെങ്കിൽ അതിൻ്റെ വെയിറ്റ് ഓൾവേസ് വെർട്ടിക്കലി ഡൗൺവേർഡ്, W is equal to mg. ഇതിനെ സപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നേരെ മുകളിലേക്കായിരിക്കണം ഇലക്ട്രിക് ഫീൽഡ് കാരണമുള്ള ഫോഴ്സ്. ദാറ്റ് മീൻസ് മുകളിലേക്ക് എഫ് എന്ന് പറയുന്ന ഫോഴ്സ് ഇലക്ട്രിക് ഫീൽഡ് കാരണമാണ്. സോ ഫോഴ്സ് ഡ്യൂ ടു ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഇ ഇൻറ്റു ക്യൂ, ബിക്കോസ് ഇ ഈക്വൽ ടു എഫ് ബൈ ക്യൂ. അപ്പോൾ മുകളിലേക്കുള്ള ഫോഴ്സും താഴത്തേക്കുള്ള വെയിറ്റും ബാലൻസ് ചെയ്യുമ്പോൾ എന്തായിരിക്കും കണ്ടീഷൻ? എഫ് വിൽ ബി ഈക്വൽ ടു ഡബ്ല്യു ഇൻ മാഗ്നിറ്റ്യൂഡ്. ഡയറക്ഷൻ ഓപ്പോസിറ്റാണ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാം. ഇ ആണ് ചോദ്യം. സോ വാട്ട് ആർ ദ ക്വാണ്ടിറ്റീസ് given? Answer. So first of all, mass of drop m is given as 10 raised to minus 7 kilogram. So weight of drop W equals mg, which is acting vertically downwards. Okay, then what is the force? അതിനു മുൻപേ നമുക്ക് ചാർജ് എഴുതാം. What is the charge of drop? Charge of drop Q എന്ന് കൊടുക്കാം. 1.6 into 10 raised to minus 19 coulomb. Then force on charge due to electric field. ഇലക്ട്രിക് ഫീൽഡ് കാരണമുള്ള ഫോഴ്സ് എന്താണ്? എഫ് ഈക്വൽസ് ഇ ക്യു, ഇ ഇൻറ്റു ക്യു. അത് നേരെ മുകളിലേക്കാണ്. അപ്പോൾ വെയിറ്റ് നേരെ താഴത്തേക്കാണ്, ഫോഴ്സ് ഡ്യൂ ടു ഇലക്ട്രിക് ഫീൽഡ് മുകളിലേക്കാണ്. സോ ഇത് ബാലൻസ് ചെയ്യണമെങ്കിൽ, സപ്പോർട്ട് ചെയ്യണമെങ്കിൽ എന്താ കണ്ടീഷൻ? W will be equal to force. So W is mg, force is EQ. നമുക്ക് E ആണ് കാണേണ്ടത്. Therefore electric field strength E is equal to mg divided by Q. So we know that. So E will be equal to m is 10 raised to minus 7, G 9.8, Q 1.6 into 10 raised to minus 19. So the final answer will be, നമുക്കിത് സോൾവ് ചെയ്യാവുന്നതാണ്. ഫൈനൽ ആൻസർ നമുക്ക് കിട്ടുന്നത് 6.125 into 10 raised to 12 Newton per coulomb. ഇതായിരിക്കും ഈ ഡ്രോപ്പിനെ സപ്പോർട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത്.
നമുക്കിനി അടുത്ത ക്വസ്റ്റിലേക്ക് നോക്കാം. 2 charges of plus 40 microcoulomb and plus 40 microcoulomb respectively are placed 12 cm apart. Find the position of the point where electric field is 0. എന്താണ് ഈ ക്വസ്റ്റ്യൻ അർത്ഥമാക്കുന്നത്? ശ്രദ്ധിക്കുക. ഇവിടെ നമുക്ക് ആൻസർ ചെയ്യാം. Q1 എന്ന് പറയുന്ന ഒരു ചാർജ് നമുക്കതിനെ പ്ലസ് 10 മൈക്രോകൂളോംബ് എന്ന് കൊടുക്കാം. മറ്റൊരു ചാർജ് Q2 എന്ന് പറയുന്ന ചാർജ് $40 മൈക്രോകൂളോംബ്. ഇവ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് R എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണെന്ന് എടുക്കുക. അത് 12 സെൻറ്റിമീറ്റർ ഇവിടെ തന്നിട്ടുണ്ട്. 12 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇതിനിടയിൽ ഒരു പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ആ പോയിന്റ് എവിടെ എന്നാണ് ചോദ്യം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു പോയിന്റ് ഇവിടെയാണെന്ന് എടുക്കാം. ഈ പോയിന്റിലേക്ക് Q1ൽ നിന്നുള്ള ഡിസ്റ്റൻസ് x ആണെങ്കിൽ ആ x ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഇത് x ആണ്, ഇത് R ആണ്. സോ സ്വാഭാവികമായിട്ടും ഈ ഡിസ്റ്റൻസ് ആറിൽ നിന്നും x മൈനസ് ചെയ്യണം, R മൈനസ് x. സോ അറ്റ് ദിസ് പോയിന്റ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് 0 എന്ന് നമ്മൾ എടുക്കുന്നു. എങ്കിൽ നമുക്ക് x ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. സോ എന്ത് ചെയ്യും? ആദ്യം ഈ പോയിന്റിൽ Q1 കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് കാണാം. അതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? സോ ഇത് പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടായിരിക്കും. സോ ഇറ്റ് ഈസ് E1. നമുക്ക് എഴുതാം ഫീൽഡ് അറ്റ്, നമുക്ക് O എന്ന് കൊടുക്കാം. അതിന് ഫീൽഡ് അറ്റ് O due to Q1, that is E1 equals 1 by 4 pi epsilon 0 into Q1 by distance x ആണ്. സോ x സ്ക്വയർ. ഇനി അടുത്തത് ഇതേ പോയിന്റിൽ തന്നെ Q2 കാരണം അങ്ങോട്ടായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായിരിക്കുക. ബിക്കോസ് Q2 ഈസ് എ പോസിറ്റീവ് ചാർജ്. അപ്പോൾ നമുക്കത് മാർക്ക് ചെയ്യാം. Q2 കാരണം ഈ പോയിന്റിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടായിരിക്കും. സോ ഇറ്റ്സ് ഡയറക്ഷൻ ലെഫ്റ്റിലേക്ക്. സോ ദാറ്റ് ഈസ് E2 എന്ന് കൊടുക്കാം. അപ്പോൾ നമുക്ക് E2 കാണാം. O എന്ന് പറയുന്ന പോയിന്റിൽ Q2 കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് കാണാം. സോ സിമിലർലി ഫീൽഡ് അറ്റ് O ഡ്യൂ ടു Q2, നമുക്കതിനെ E2 എന്ന് കൊടുക്കാം. E2 ഈക്വൽസ് 1 by 4 pi epsilon 0 into Q2 by ഈ ഡിസ്റ്റൻസ് R minus x the whole square. സോ അറ്റ് O നെറ്റ് ഫീൽഡ് 0 ആണ്. അതുകൊണ്ട് നമുക്ക് എഴുതാം അറ്റ് O എന്തായിരിക്കും സംഭവിക്കുക? ഈ രണ്ട് ഫീൽഡും ഈക്വൽ മാഗ്നിറ്റ്യൂഡ്സ് ആയിരിക്കണം. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ നെറ്റ് ഫീൽഡ് 0 ആയിരിക്കുള്ളൂ. ദാറ്റ് മീൻസ് അറ്റ് O E1 ഈക്വൽസ് E2 ഓർ E2 ഈക്വൽസ് E1. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. E1ൻ്റെ വാല്യൂ 1 by 4 pi epsilon 0 Q1 by x square equal to 1 by 4 pi epsilon 0 Q2 by R minus x the whole square. 1 by 4 pi epsilon 0 1 by 4 pi epsilon 0 ക്യാൻസൽ ചെയ്ത് പോകുന്നു. Q1 Q2 വാല്യൂ കൊടുക്കാം. So Q1 by x square is equal to Q2 by R minus x the whole square. Q1 Q2 വാല്യൂ കൊടുക്കാം. Q1 is 10 microcoulomb 10 raised to minus 6. X square equals Q2 is 40 into 10 raised to minus 6 by R minus x the whole square. So that is 10 raised to minus 6 cancel ചെയ്ത് പോകും. 10 40 നമുക്ക് 0 കട്ട് ചെയ്യാം. സോ 1 by x square equals 4 by R minus x the whole square. എല്ലാം മൊത്തത്തിൽ സ്ക്വയർ റൂട്ട് കാണാം. സോ 1 by x ഈക്വൽസ് 4ൻ്റെ സ്ക്വയർ റൂട്ട് 2. ഈ സ്ക്വയർ കട്ടായി പോവും. R മൈനസ് എക്സ്. സോ R മൈനസ് എക്സ് ഈക്വൽ ടു 2x. ഇതങ്ങോട്ട് കൊണ്ടുപോകാം. സോ 3x ഈക്വൽ ടു R.
Therefore, x equals r by 3. എത്രയാണ് r? r is 12. So 12 by 3. So answer is 4 centimeter. So x in the value. So at 4 centimeter from 10 microcoulomb, the electric field will be 0. So that is the answer. Our question is, sketch the electric lines of force due to 1. Q greater than 0 and 2. Q less than 0. നമ്മൾ ആൻസർ എങ്ങനെ ചെയ്യുന്നു ചോദിച്ചാൽ, ഫസ്റ്റ് 1 Q greater than 0. ദാറ്റ് മീൻസ് ചാർജ് Q എന്ന് പറയുന്നത് പോസിറ്റീവാണ്. അപ്പോൾ ഒരു പോസിറ്റീവ് ചാർജിന് ചുറ്റുമുള്ള ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഇറ്റ് വിൽ ബി ആക്ടിങ് റേഡിയലി ഔട്ട്വേർഡ്സ്. അങ്ങനെ നോക്കുമ്പോൾ ഈ രീതിയിലായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വരുന്നത്. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് Q ലെസ് ദാൻ 0. ലെസ് ദാൻ 0 മീൻസ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വിൽ ബി റേഡിയലി ഇൻവേർഡ്സ്. ഈ രീതിയിലാണ് ഈ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യുന്നത്. Force between 2 point electric charges kept at a distance r apart in air is F. If these charges are kept at the same distance in water, how does the force between them change? 2 പോയിന്റ് ഇലക്ട്രിക് ചാർജസ് ആർ അകലെയാണ് വെച്ചിരിക്കുന്നത്, എയറിലാണ് വെച്ചിരിക്കുന്നത്. അവയ്ക്കിടയിലുള്ള ഫോഴ്സാണ് എഫ്. അതേ ഡിസ്റ്റൻസിൽ തന്നെ ചാർജ് വെക്കുന്നു, പക്ഷേ വെള്ളത്തിലാണ്, വാട്ടറിലാണ് വെച്ചിരിക്കുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും ഫോഴ്സ് ചേഞ്ച് ചെയ്യുക എന്നാണ് ചോദ്യം. നമുക്ക് ആദ്യമേ എയറിലുള്ള ഫോഴ്സ് കാണാം. സോ ബൈ കൊളംസ് ലോ എഫ് ഈക്വൽ ടു കെ ഇൻറ്റു Q1 Q2 ബൈ ആർ സ്ക്വയർ. കെ എന്ന് പറഞ്ഞാൽ 1/4πε ആണ്. അതേസമയം വാട്ടറിലാണ് വെക്കുന്നതെങ്കിൽ Q1 Q2 ആർ സ്ക്വയർ ഇത് മാറില്ല, പക്ഷേ കെ എന്നുള്ളത് മാറും. സോ ഫോഴ്സ് ഇൻ വാട്ടർ എന്നുള്ളതിനെ FW എന്ന് കൊടുക്കാം. FW ഈക്വൽ ടു K ഡാഷ് ഇൻറ്റു Q1 Q2 ബൈ ആർ സ്ക്വയർ. FW ബൈ എഫ് കാണാം, അപ്പോൾ K ഡാഷ് ബൈ K എന്ന് കിട്ടും. ശരിക്കും K ഡാഷ് എന്ന് പറയുന്നത് K ബൈ 80 ആണ്, where 80 is the dielectric constant of water. സോ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ FW ഈക്വൽ ടു F ബൈ 80. ദാറ്റ് മീൻസ് force will reduces. So then that means we have to conclude that force will reduces 80 times. Question. In a medium, the force of attraction between 2 point electric charges, distance d apart is F. What distance apart should these be kept in the same medium so that the force between them become 3F and F by 3? 2 point electric charges D അകലെ വെച്ചിരിക്കുന്നു. അവയ്ക്കിടയിലുള്ള ഫോഴ്സ് F ആണ്. മീഡിയം ചേഞ്ച് ചെയ്യാതെ ഏത് ഡിസ്റ്റൻസിൽ വെക്കുമ്പോഴാണ് 3F എന്ന ഫോഴ്സ് കിട്ടുന്നത്, അതുപോലെ തന്നെ F by 3 എന്ന ഫോഴ്സ് കിട്ടുന്നത്? ഇതാണ് ചോദ്യം. സോ ഫസ്റ്റ് പാർട്ട് നമുക്ക് ചെയ്യാം. ബൈ കൊളംസ് ലോ F ഈക്വൽ ടു K ഇൻറ്റു Q1 Q2 ബൈ ഡി സ്ക്വയർ. K Q1 Q2 ഇവ സെയിം ആണ്. സോ F പ്രപ്പോർഷണൽ ടു 1 ബൈ ഡി സ്ക്വയർ. ഇനി F എന്ന് പറയുന്ന ഫോഴ്സ് നമുക്ക് 3F ആക്കുമ്പോൾ 3F will be proportional to 1 by d dash square. And 3F by F equal to d square by d dash square. അങ്ങനെ ഇത് സോൾവ് ചെയ്യാം. റേഷ്യോ d by d dash is equal to √3 എന്ന് കിട്ടും. അതിൽ നിന്നും d dash എന്ന് പറയുന്ന ഡിസ്റ്റൻസ്, അതാണ് പുതിയ ഡിസ്റ്റൻസ്. ആ ഡിസ്റ്റൻസ് നമുക്ക് കാണാവുന്നതാണ്. d dash will be equal to d by √3. ഡിസ്റ്റൻസ് ഇതാണ്. ഇനി അടുത്ത സെക്ഷൻ നമുക്ക് ചെയ്യാം. രണ്ടാമത്തെ സെക്ഷനിലേക്ക് വരുമ്പോൾ ഫോഴ്സ് എന്ന് പറയുന്നത് F by 3 ആണ്. സോ F by 3 by F ഈക്വൽ ടു d സ്ക്വയർ ബൈ d ഡാഷ് സ്ക്വയർ. റേഷ്യോ കാണുമ്പോൾ d by d ഡാഷ് ഈക്വൽ ടു 1 by √3. അതിൽ നിന്നും d ഡാഷ് കാണാവുന്നതാണ്. സോ
ഡി ഡാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഡി ഡാഷ് വിൽ ബി ഈക്വൽ ടു √3 ടൈംസ് ഡി എന്നായിരിക്കും. ഇതാണ് പുതിയ ഡിസ്റ്റൻസ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ. അപ്പോൾ ഇത്രയും ന്യൂമറിക്കൽ പ്രോബ്ലംസ് മാത്രമേ ഞാനിപ്പോൾ ഇതിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ. ഇനിയും ഒരുപാട് പ്രോബ്ലംസ് വരുന്നുണ്ട്. അത് നമ്മൾ അടുത്ത ടോപ്പിക്കുമായിട്ട് കണക്ട് ചെയ്യുന്ന പ്രോബ്ലംസാണ്. അത് നമുക്ക് ആ സമയത്ത് വീണ്ടും ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓക്കെ, നന്നായിട്ട് ശ്രദ്ധിക്കുക, വാച്ച് ചെയ്യുക, വർക്ക് ചെയ്യുക. ഓക്കെ, ശരി, താങ്ക് യു.